നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിണറേഷെ കഥ കൊള്ളാം, പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. നിവേദനവും കൊണ്ട് ചെല്ലുമ്പോൾ ആട്ടിവിടാൻ പിണറായി അല്ല, ഇത് സതീശനാണ്. CPMന്റെ PR പണി നടത്തുന്ന നികേഷിന് കരണം പൊട്ടുന്ന അടി കൊടുത്ത് റംലത്ത്. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കാറ്റഴിക്കാൻ പിണറായി പണി അടങ്കലേൽപ്പിച്ചിരിക്കുന്നത് നികേഷിനെയാണ്. എന്നാൽ നികേഷിനെ വെള്ളം കുടിപ്പിച്ച് വീട്ടമ്മ കയറി പൊട്ടിച്ചു. പുതുയുഗ യാത്രയുടെ വേദിയിൽ വനിതാ നേതാവ് വേദിയിൽ കയറി സതീശനെ ഷോൾ അണിയിച്ച് ആദരിക്കുകയും രഹസ്യമായി കയ്യിൽ ഒരു കുറിപ്പ് കൊടുക്കുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സതീശൻ ആ കുറിപ്പ് കീറിയെറിഞ്ഞ വീഡിയോ വൈറലാക്കി CPM സൈബർ ഗ്രൂപ്പുകൾ കളം നിറഞ്ഞിരുന്നു. കണ്ടോ, ഒരു കുറിപ്പ് പോലും തുറന്നു വായിക്കാതെ കീറിയെറിഞ്ഞ സതീശനാണോ അടുത്ത മുഖ്യമന്ത്രി? ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഇതാണ് ഇവന്റെ തനിക്കൊണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷും കൂട്ടരും വീഡിയോകൾ പ്രചരിപ്പിച്ചു വിട്ടത്. സത്യത്തിൽ ആ വേദിയിൽ സംഭവിച്ചത് എന്താണ്? സത്യം തുറന്നടിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ആ കുറിപ്പ് കൊടുത്ത റംലത്ത്. അവർ പറയുന്നത് നോക്കാം. ഞാൻ റംലത്ത്, ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാണാനിട വന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ് നമ്മുടെ രൂപറ്റിയിലെ ഒരു സ്ഥാനാർത്ഥി സംഗമം എന്നുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ നമ്മുടെ രൂപറ്റിയിൽ നടക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തെപ്പറ്റി ചെറിയൊരു നിർദ്ദേശം എനിക്ക് സാറിനെ അറിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അറിയിച്ച കാര്യങ്ങൾ ഞാനത് ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതി ഞാൻ സാറിന് കൊടുക്കുകയും സാർ അത് ആദരപൂർവ്വം അത് വാങ്ങിക്കുകയും അത് വാങ്ങിച്ച് ഞാൻ സാറിനൊരു ഹാരാർപ്പണം നടത്തി അതിനുശേഷം ഈ പേപ്പർ കയ്യിൽ കൊടുത്ത് സാറത് വാങ്ങി വായിക്കുകയും സന്തോഷമായിട്ട് തന്നെ ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. സാറത് വായിച്ചതിന് ശേഷം അത് വെച്ചേക്കണ്ടല്ലോ എന്ന് ഓർത്ത് അത് കയറി നശിപ്പിച്ച് കളഞ്ഞതാണ്. അല്ലാതെ സാറിനെ ബുദ്ധിമുട്ടാകത്തക്ക രീതിയിൽ എനിക്കോ സാറിന് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് നമ്മുടെ എതിർ കക്ഷികളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുവരരുത്. അത് വളരെയധികം തെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നടക്കുന്ന സാറിൻ്റെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ പരിപാടിയിലുള്ള ആ ഒരു ജനപങ്കാളിത്തത്തെ കണ്ട് എതിർ കക്ഷികൾ നടത്തുന്ന ഒരു പ്രത്യേക പരിപാടി തന്നെയാണ് ഇതെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. ഞാൻ സന്തോഷവതി തന്നെയാണ്. എനിക്ക് മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്ന യാതൊരു പ്രവൃത്തിയും സാറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നികേഷെ ഒത്തില്ല, പടച്ചുവിട്ട കഥ മെനയായിട്ടില്ല. നികേഷ് കാരണം CPMന് ഇപ്പോൾ അടിയേറ്റിരിക്കുകയാണ്. സതീശനെ അടിച്ചിരുത്താൻ ഇറങ്ങിയവർ വീട്ടമ്മയുടെ വായിൽ കയറി ഇറങ്ങുന്നു. CPMന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഹെഡ് നികേഷ് കുമാറാണ്. ഇത്തവണ തുടർ ഭരണത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് CPM. പിണറായി വിജയനെ തള്ളിമറിച്ച് PR പണി നടത്തുന്ന നികേഷ് VD സതീശനെ പാതാള കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്നൊരൊറ്റ ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. കണ്ണൂരിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് മോഹിച്ച് കിണറേഷ് വല്ലാതെ വെള്ളം കോരുകയാണ്. എന്നാൽ പാർട്ടിയിൽ ഒരു കൂട്ടർക്ക് നികേഷിന് സീറ്റ് കൊടുക്കുന്നതിനോട് താല്പര്യവുമില്ല. സതീശനെ പഞ്ഞിക്കിടാൻ ഇറങ്ങിയിട്ട് സ്വയം കുഴി വെട്ടിയിരിക്കുകയാണ് നികേഷ് ഇപ്പോൾ. സതീശനെതിരെ പയറ്റിയ അടവ് ഫലിച്ചുമില്ല. നാണം കെടുകയും ചെയ്തതോടെ പാർട്ടിയിലും പലര് അവമതിപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നികേഷിന്റെ നേതൃത്വത്തിലാണ് സോഷ്യൽ മീഡിയ ടീം പ്രവർത്തിക്കുന്നത്. CPM അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടിരുത്തിയതും നികേഷിനെ തന്നെയായിരുന്നു. കാരണം മാധ്യമ പ്രവർത്തനത്തിൽ അടവുകൾ പലതും പയറ്റി തഴമ്പിച്ച ആളാണല്ലോ നികേഷ്. അതുകൊണ്ടുകൂടി CPMന് ഗുണമുണ്ടാകും എന്നുള്ള നീക്കത്തിലാണ് പാർട്ടിയുടെ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. എന്നാൽ നികേഷിന്റെയും കൂട്ടരുടെയും നീക്കം സതീശന്റെ പുതുയുഗ യാത്ര പൊളിക്കുക എന്നുള്ളതാണ്. സതീശനെ സ്കെച്ച് ഇട്ടുകൊണ്ടാണ് ഈ കൂട്ടർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശനെതിരെ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ പടച്ചുവിടുന്ന വീഡിയോകൾക്ക് പിന്നിൽ നികേഷ് തന്നെയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പുതുയുഗ യാത്ര നടത്തി ഉമ്മൻചാണ്ടി ലൈൻ പിടിക്കാൻ നോക്കുകയാണ് സതീശൻ എന്നാണ് വിമർശനം. സ്വന്തമായി ഒരു നിലപാടില്ലേ സതീശ എന്ന് CPM സൈബർ ഗ്രൂപ്പുകൾ വലിയ വെടി പൊട്ടിച്ചത്. ഒരു നിവേദനം കിട്ടുമ്പോൾ പൊതുവേദിയിൽ വെച്ച് ഇതാണ് കാണിക്കുന്നതെങ്കിൽ ഇവന്റെയൊക്കെ മുന്നിലേക്ക് എത്തുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ CPM കൂട്ടർ പോസ്റ്റ് ഇട്ടും റീലിട്ടും സതീശനെ കുഴിച്ചു മൂടാനിറങ്ങിയത്.
നല്ല ബെസ്റ്റ് ടീമാണ് ഇതൊക്കെ പറയുന്നത്. വേദിയിൽ നിവേദനവും കൊണ്ടുവന്ന സ്വന്തം പാർട്ടിക്കാരിയായ യുവതിയോട് മാറി നിൽക്കെന്ന് പറഞ്ഞ വിജയനായിരിക്കും അല്ലയോ ഹീറോ എന്ന് മുഖത്തേറ്റ അടി CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യ വീഡിയോ കോൺഗ്രസുകാരും എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM സൈബർ ടീമും കോൺഗ്രസിന്റെയും UDF-ന്റെയും സൈബർ ടീമും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇരു കൂട്ടരും, അതായത് CPM-ഉം UDF-ഉം ഒക്കെ പ്രചാരണത്തിന് വേണ്ടി കോടികളാണ് സോഷ്യൽ മീഡിയ ടീമിന് വേണ്ടി പൊടിക്കുന്നത്. CPM ആണെങ്കിൽ വലിയ തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. UDF-ന്റെ പുതുയുഗ യാത്രയിലെ ജനത്തിരക്ക് CPM-ന്റെ സമനില തെറ്റിക്കുന്നുണ്ട്. അതാണ് സതീശനെ ലക്ഷ്യം വെച്ച് CPM കൂട്ടർ പ്രവർത്തിക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം വലിയ സ്വീകരണമാണ് സതീശനും UDF-നും കിട്ടുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരിപാടിക്ക് ആള് കുറവായിരുന്നു. കലിയിളകി നിൽക്കുന്ന CPM പുതുയുഗ യാത്രയുടെ ക്യാപ്റ്റൻ സതീശനെ വെട്ടിമൂടാൻ അണിനിരന്നിരിക്കുന്നത്. വൻ PR ടീമാണ് CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പുതുയുഗ യാത്ര പൊട്ടിച്ച് റീത്ത് വയ്ക്കാമെന്ന് പിണറായിക്ക് ഉറപ്പുകൊടുത്ത നികേഷ് കൈവയ്ക്കുന്നിടത്തെല്ലാം പക്ഷേ തിരിച്ചടിയാണ്. സതീശനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ നികേഷ് ആണെന്ന വലിയ വിമർശനം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർത്ത് നികേഷ് ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടുമില്ല. നികേഷ് ഇപ്പോൾ വലിയ തിരക്കിലാണ്. എങ്ങനെയെങ്കിലും CPM-ന് തുടർഭരണം ഉണ്ടാക്കി കൊടുക്കണം. കോൺഗ്രസിന്റെ കനഗോലുവിനെ പോലെ ഇവിടുത്തെ CPM-ന്റെ കനഗോലു നികേഷ് ആണ് എന്നുള്ള പരിഹാസവും ഒക്കെ ഉണ്ട്. കനഗോലു എന്നല്ല, CPM-ന്റെ കിണർഗോലു എന്നാണ് എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. നിവേദനം കീറിക്കളഞ്ഞു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. അത് നിവേദനമായിരുന്നില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. താൻ ഇടപെടേണ്ട ഒരു വിഷയമായിരുന്നു അതിൽ എഴുതിയിരുന്നതെന്നും സതീശൻ പറഞ്ഞു. താൻ മാത്രം കാണേണ്ട ഒന്നായതിനാലാണ് പേപ്പർ കീറിക്കളഞ്ഞത്. 25 വർഷമായി MLA ആയിരിക്കുന്ന താൻ നിവേദനം കീറിക്കളയുമോ എന്നും സതീശൻ ചോദിച്ചു. റിപ്പോർട്ടർ TVയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അഭിമുഖ പരിപാടിയായ നേരോ നേതാവേയിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടുമായി സംസാരിക്കവെയായിരുന്നു സതീശൻ ഈ പ്രതികരണം നടത്തിയത്. AKG സെന്ററിൽ നിന്നാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇറങ്ങുന്നതെന്നും സതീശൻ ആരോപിച്ചിരുന്നു. താൻ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കഷ്ണം കടലാസ് വാങ്ങി, പിന്നാലെ അത് കീറിക്കളഞ്ഞുവെന്നാണ് ആരോപണം. ഒരു സ്ത്രീ തന്ന നിവേദനം എന്ന നിലയിലാണ് അത് പ്രചരിക്കുന്നത്. ആരെങ്കിലും ചെറിയ കടലാസിൽ നിവേദനം തരുമോ? അവർ ഒരു പരാതി എഴുതി തന്നതാണ്. താൻ അല്ലാതെ വേറെ ആരും അത് കാണാൻ പാടില്ല. അതിനാൽ താൻ അത് കീറിക്കളഞ്ഞുവെന്നും സതീശൻ പറഞ്ഞു. ഒരു പ്രായമായ സ്ത്രീയാണ് കുറിപ്പ് തന്നത് എന്നും അത് നിവേദനമായിരുന്നില്ല എന്നും സതീശൻ ആവർത്തിക്കുകയും ചെയ്തു. ഇത്തരം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കനത്തപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പിയെന്നും സതീശൻ പറഞ്ഞു. ഇതിൽ ആദ്യം വിശദീകരണം നൽകിയത് VD സതീശനായിരുന്നു. പിന്നാലെയാണ് ഈ സ്ത്രീ, അതായത് റംലത്ത് എന്ന് പറയുന്ന ആ കുറിപ്പ് കൊടുത്ത സ്ത്രീ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നത്. അവർ രംഗത്തേക്ക് വരാനുണ്ടായ കാരണവും സതീശന് നേരെ വലിയ സൈബർ ആക്രമണം നടന്നതോടുകൂടിയായിരുന്നു ജനങ്ങളെ സത്യാവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ആ സ്ത്രീ തന്നെ രംഗത്തേക്ക് വന്നത്. എന്തായാലും നികേഷിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള PR പണിയാണ് നടക്കുന്നതെങ്കിൽ, സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 8ന്റെ പണിയായിരിക്കും CPM-ന് കിട്ടാൻ പോകുന്നത്. കാരണം പടച്ചുവിടുന്ന റീലുകളെല്ലാം തന്നെ സ്വന്തം മൂട്ടിലാണ് വന്നു വീണ് പൊട്ടുന്നത്. ഇതിനിടയ്ക്ക് ഈ CPM-ന്റെ സോഷ്യൽ മീഡിയ ടീമിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഏകാധിപത്യ നിലപാടാണ് നികേഷ് സ്വീകരിക്കുന്നതെന്നും മറ്റാരുടെയും അഭിപ്രായം സ്വീകരിക്കാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു, തന്നിഷ്ടം കാണിക്കുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ടീമിലുണ്ടായിരുന്ന മറ്റുള്ളവർ പിണങ്ങിപ്പോയി എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെ നികേഷ് കുമാർ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തു. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും CPM-ന്റെ സോഷ്യൽ മീഡിയ ടീമിലില്ലെന്നും ആർജവത്തോടെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും നികേഷ് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഈ പൊട്ടിത്തെറിയാണ് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി ഈ സോഷ്യൽ മീഡിയ ടീമിലുണ്ടായിരുന്ന മറ്റു ചിലർ, അതായത് ദേശാഭിമാനി പത്രത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിച്ച് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. CPM-ന്റെ സോഷ്യൽ മീഡിയ ടീമിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാണെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകർ ടീം വിട്ടു എന്നുള്ള വാർത്തകൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാർ രംഗത്ത് വന്നത്. തങ്ങൾ എവിടെയും പോയിട്ടില്ലെന്നും പാർട്ടിക്കെതിരെയുള്ള വ്യാജ വാർത്തകളുടെ ഭാഗമാണിതെന്നും ES സുഭാഷ്
KM മോഹൻദാസ് എന്നിവരും വ്യക്തമാക്കിയിരുന്നു. CPM സോഷ്യൽ മീഡിയ ടീമിൽ നിന്ന് ഒഴിവായെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ES സുഭാഷ് പറഞ്ഞത്. വിരമിച്ച ശേഷവും പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ സജീവമായി തുടരുന്നുണ്ടെന്നും അതിനിയും തുടരുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. CPIMന്റെ സോഷ്യൽ മീഡിയ ടീമിൽ നിന്നും ഞാൻ ഒഴിവായതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നത് വാസ്തവ വിരുദ്ധമാണ്. ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നപ്പോഴും വിരമിച്ച ശേഷവും സോഷ്യൽ മീഡിയയുമായി സഹകരിക്കാറുണ്ട്. വിരമിച്ച ശേഷം ഇതിൽ കൂടുതലായി ഇടപെടുന്നുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും തുടരുമെന്നാണ് സുഭാഷ് പ്രതികരിച്ചത്. CPMനെതിരെ നിരന്തരം ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി എന്ന നിലയിലെ ഇതിനെയും കാണേണ്ടതുള്ളൂ എന്ന് സുഭാഷ് പ്രതികരിച്ചത്. ഒരു ചാനൽ നൽകിയ തെറ്റായ വാർത്ത മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയായിരുന്നുവെന്ന് KM മോഹൻദാസ് പ്രതികരിച്ചു. ഒരേ തലക്കെട്ടും പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് വാർത്ത ചമയ്ക്കുന്നത് ലജ്ജാകരമാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ദേശാഭിമാനി പ്രവർത്തകരെ വിവിധ ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കാറുണ്ട്. അങ്ങനെ വന്നവർ ആരും തന്നെ പൊട്ടിത്തെറിച്ചോ അതൃപ്തി പ്രകടിപ്പിച്ചോ പോയിട്ടില്ല എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു. UDF സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടാൻ ഫെബ്രുവരി 18-ന് CPM സോഷ്യൽ മീഡിയ ടീം പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചിരുന്നു. മറക്കാനാവുമോ ആ ഇരുണ്ട കാലം? 2011-16 കാലഘട്ടത്തിലെ ഭരണ തകർച്ചയും ജനദ്രോഹങ്ങളും തുറന്നുകാട്ടുന്ന ഈ വെബ്സൈറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ വെബ്സൈറ്റ് മൂലം UDF നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ പൊട്ടിത്തെറി വാർത്തകൾ ചമയ്ക്കുന്നതെന്ന് KM മോഹൻദാസ് ആരോപിച്ചു. UDFനെ തുറന്നുകാട്ടുന്ന ദൗത്യം ഇനിയും തുടരുമെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഉച്ഛിഷ്ട ഭോജനമായി മാറുന്നതിന് ഇന്നത്തെ CPM സോഷ്യൽ മീഡിയ പൊട്ടിത്തെറി സൃഷ്ടി പോലെ വേറെന്തുദാഹരണം വേണം? ഇതുമാത്രമല്ല, കുറച്ചധികം വൈകാരികമായിട്ടാണ് ഈ CPMന്റെ സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിയെക്കുറിച്ച് ഇവർ പ്രതികരിച്ചതും. ഇതാ കോളടിച്ചേ എന്ന മട്ടിൽ മറ്റ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും വാരിയെടുത്ത് ആഘോഷിക്കുന്നതാണ് പിന്നീട് കണ്ടത്. CPM വിരുദ്ധ മാലിന്യ പുക കൊഴുപ്പിക്കാൻ നിരീക്ഷക പരീക്ഷകളുടെ ഉന്മാദ നൃത്തം കൂടി ഉടൻ കണ്ടു. ചോദ്യോത്തരം, നിരീക്ഷണം, വിശകലനം, ഒരേ തലക്കെട്ട്, ഒരേ പദപ്രയോഗങ്ങൾ. എന്തുമാത്രം ലജ്ജാകരമാണിത്! എന്നാൽ CPMന്റെ സോഷ്യൽ മീഡിയ ടീമിൽ ചില വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും പുറത്തേക്ക് വരികയാണ്. നികേഷ് കുമാറിന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണെന്നും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളുമൊക്കെ ഒരു വഴിക്കൂടെ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും CPMന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ പണികൾ, അവരുടെ ഏക ലക്ഷ്യം VD സതീശനെയും പുതുയുഗ യാത്രയെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഇവർക്കാരെയും താറടിച്ച് കാണിക്കാം. തിരിച്ച് ആരെങ്കിലും ഇക്കൂട്ടരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കങ്ങ് കുരുപൊട്ടും. ആ കുരുപൊട്ടലാണ് നമ്മളിപ്പോൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.